Distributed DB, Transaction and Protocols. A distributed database is a collection of multiple interconnected databases which are spread physically across various locations that communicate via a computer network. ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഡാറ്റാബേസിൻ്റെ കളക്ഷനാണ്. അത് വ്യത്യസ്തങ്ങളായ സൈറ്റുകളായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കും. ഡാറ്റാബേസ് കളക്ഷൻ ആർ ലോജിക്കലി ഇൻ്റർറിലേറ്റഡ് വിത്ത് ഈച്ച് അതർ. ഓരോ ഡാറ്റാബേസും ലോജിക്കലി ഇൻ്റർകണക്റ്റഡ് ആയിരിക്കും. ഓഫൻ ദേ റെപ്രസെൻറ്റ് എ സിംഗിൾ ലോജിക്കൽ ഡാറ്റാബേസ്. ഡാറ്റ ഈസ് ഫിസിക്കലി സ്റ്റോർഡ് അക്രോസ് മൾട്ടിപ്പിൾ സൈറ്റ്സ്. ഡാറ്റ ഇൻ ഈച്ച് സൈറ്റ് ക്യാൻ ബി മാനേജ്ഡ് ബൈ എ DBMS ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതർ സൈറ്റ്സ്. ഓരോ സൈറ്റിലെയും ഡാറ്റാബേസിനെ ബാക്കിയുള്ള സൈറ്റിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് DBMSന് മാനേജ് ചെയ്യാൻ പറ്റും. ദ പ്രൊസസ്സേഴ്സ് ഇൻ ദ സൈറ്റ്സ് ആർ കണക്റ്റഡ് വിയ എ നെറ്റ്വർക്ക്. ദേ ഡോണ്ട് ഹാവ് എ മൾട്ടി പ്രോസസർ കോൺഫിഗറേഷൻ. ഓരോ സൈറ്റിലെയും പ്രൊസസ്സേഴ്സിനെ നെറ്റ്വർക്ക് വഴി കണക്ട് ചെയ്തിരിക്കും, ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടാവും. എ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് ഇൻകോർപ്പറേറ്റ്സ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് സിനോണിമസ് വിത്ത് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം. ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. ട്രാൻസാക്ഷൻ പ്രോസസ്സ് ചെയ്യുക പരസ്പരം ബന്ധപ്പെട്ടിട്ടായിരിക്കും. ഇൻ എ ലോക്കൽ ഡാറ്റാബേസ് സിസ്റ്റം ഫോർ കമ്മിറ്റിംഗ് ട്രാൻസാക്ഷൻ എ ട്രാൻസാക്ഷൻ മാനേജർ ഹാസ് ടു ഓൺലി കൺവേ ദ ഡിസിഷൻ ടു കമ്മിറ്റ് ദ റിക്കവറി മാനേജർ. ലോക്കൽ ഡാറ്റാബേസ് സിസ്റ്റത്തിൽ ഒരു ഡാറ്റാബേസ് കമ്മിറ്റ് ചെയ്യണമെങ്കിൽ ഒരു അപ്ഡേഷൻ വരുത്തണമെങ്കിൽ അതിന് റിക്കവറി മാനേജറിനെ മാത്രം കൺവേ ചെയ്താൽ മതി ഡിസിഷൻ എടുക്കാനുള്ള. പക്ഷേ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ ട്രാൻസാക്ഷൻ മാനേജറിന് എല്ലാ സൈറ്റ്സിനും കമ്മിറ്റ് ചെയ്യണം. കാരണം ഇത് കുറേ സൈറ്റിലായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുക ഈ ഡാറ്റാബേസ് ഉണ്ടാവും. അതുകൊണ്ട് എല്ലാത്തിനും കൺവേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദ ട്രാൻസാക്ഷൻ മാനേജർ ഷുഡ് കൺവേ ദ ഡിസിഷൻ ടു കമ്മിറ്റ് ഓൾ സർവേഴ്സ് in the various sites where the transaction is being executed uniformly enforce the decision. When process is complete at each site, it reaches the partially committed transaction state and wait for all other transactions to reach their partially committed state. ഓരോ സൈറ്റിലും ട്രാൻസാക്ഷൻ ആദ്യം കമ്മിറ്റ് ചെയ്യുമ്പോൾ അതൊരു പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിലാണ് നിൽക്കുക. എന്നിട്ട് ബാക്കിയുള്ള സൈറ്റിൽ ആ ട്രാൻസാക്ഷൻ പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിൽ എത്താൻ വേണ്ടി അത് വെയിറ്റ് ചെയ്യും. When it receives the message that all sites are ready to commit, it starts to commit. In a distributed system, either all sites commit or none of them does. അങ്ങനെ എല്ലാ സൈറ്റ്സും പാർഷ്യലി കമ്മിറ്റ് ചെയ്ത സ്റ്റേറ്റിൽ എത്തിയതിന് ശേഷം മാത്രമേ അത് ഒരുമിച്ച് കമ്മിറ്റ് ചെയ്യുള്ളൂ. ഒന്നെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ എല്ലാ സൈറ്റും പാടെ ഒരുമിച്ച് കമ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാം പാടെ അത് അബോട്ട് ചെയ്യും. അല്ലാതെ കുറച്ച് സൈറ്റ് മാത്രമായിട്ട് അത് കമ്മിറ്റ് ചെയ്ത് ബാക്കിയുള്ളത് ചെയ്യാതിരിക്കുന്ന അവസ്ഥ വരില്ല. ദ ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്മിറ്റ് പ്രോട്ടോകോൾസ് ആർ 1-phase commit, 2-phase commit and 3-phase commit. Distributed 1-phase commit. Distributed 1-phase commit is the simplest commit protocol. Let us consider that there is a controlling site and a number of slave sites where the transaction is being executed. The steps in distributed commit are ഇതിൽ ആദ്യമായിട്ടുള്ളത് 3 ടൈപ്പ് പ്രോട്ടോക്കോളാണ് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് സിസ്റ്റത്തിൽ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത് 1-phase കമ്മിറ്റ്, പിന്നെ 2-phase കമ്മിറ്റ്, പിന്നെ 3-phase കമ്മിറ്റ് ആണുള്ളത്. 1-phase കമ്മിറ്റാണ് ഇതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് പ്രോട്ടോക്കോളായിട്ട് പറയുന്നത്. ഇതിൻ്റെ കൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൺട്രോളിങ് സൈറ്റായിട്ട് ഒരു സൈറ്റും ബാക്കിയുള്ള സൈറ്റ്സിന് സ്ലേവ് ആയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ കമ്മിറ്റ് ചെയ്യാനുള്ള കൺട്രോളിങ് പവർ ഉള്ള ഒരു സൈറ്റും ബാക്കി സ്ലേവ് സൈറ്റും ബാക്കിയുള്ള സ്ലേവ് സൈറ്റും ആയിരിക്കും. അതിൻ്റെ സ്റ്റെപ്സ് നോക്കാം. ആഫ്റ്റർ ഈച്ച് സ്ലേവ് ഹാസ് ലോക്കലി കംപ്ലീറ്റഡ് ഇറ്റ്സ് ട്രാൻസാക്ഷൻ ഇറ്റ് സെൻസ് എ ഡൺ മെസ്സേജ് ടു ദ കൺട്രോളിങ് സൈറ്റ്. ഓരോ സൈറ്റും അതിൻ്റെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഓരോ സ്ലേവ് സൈറ്റും അതിൻ്റെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഒരു ഡൺ മെസ്സേജ് കൺട്രോളിങ് സൈറ്റിന് സെൻഡ് ചെയ്യും. The slaves wait for the commit or abort message from the controlling site. This waiting time is called window of vulnerability. ഓരോ സ്ലേവ് സൈറ്റും ഇത് കമ്മിറ്റ് ചെയ്ത ശേഷം ഡൺ മെസ്സേജ് കൺട്രോളിങ് സൈറ്റിന് അയച്ച ശേഷം കമ്മിറ്റ് ഓർ അബോട്ട് മെസ്സേജ് കൺട്രോളിങ് സൈറ്റിന് ഇരുന്ന് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഈ വെയിറ്റിംഗ് ടൈമിനെ വിൻഡോ ഓഫ് വൾനറബിലിറ്റി എന്നാണ് പറയപ്പെടുന്നത്. When the controlling site receives done message from each slave, it makes a decision to commit or abort. This is called commit point. Then it sends a message to all slaves. അങ്ങനെ ഡൺ മെസ്സേജ് കിട്ടിയതിന് ശേഷം കൺട്രോളിങ് സൈറ്റാണ് ഡിസിഷൻ എടുക്കുക. ഇത് ഇനി കമ്മിറ്റ് ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ അബോട്ട് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുക്കുക കൺട്രോളിങ് സൈറ്റ് ആയിരിക്കും. ഓൺ റിസീവിങ് ദിസ് മെസ്സേജ് എ സ്ലേവ് either commits or abort and then sends an acknowledgement message to the controlling site.
അങ്ങനെ മെസ്സേജ് കിട്ടിയതിന് ശേഷം ഒരു സ്ലേവ് സൈറ്റ് ഒന്നെങ്കിൽ കമ്മിറ്റ് ചെയ്യും അല്ലെങ്കിൽ അബോട്ട് ചെയ്യും. എന്നിട്ട് എന്താണോ ചെയ്തത് അത് അക്നോളജ്മെൻറ്റ് മെസ്സേജ് ആയിട്ട് കൺട്രോളിംഗ് സൈറ്റിന് അയച്ചു കൊടുക്കുകയും ചെയ്യും. അടുത്തായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഫേസ് കമ്മിറ്റ്. Distributed two-phase commit reduces the vulnerability of one-phase commit protocol. The steps performed in the two-phase are as follows. Distributed two-phase commit protocol യൂസ് ചെയ്യുന്ന പ്രധാനമായിട്ടും one-phase പ്രോട്ടോക്കോളിൻ്റെ വൾണറബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഫേസ് 1 പ്രിപ്പയർ ഫേസ് ആണ്. അതിൽ ഫേസ് പ്രിപ്പയർ ആണ് അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ്. അതിൻ്റെ അണ്ടറിൽ വരുന്നത് after each slave has locally completed its transaction, it sends a done message to the controlling site. When the controlling site has received a done message from the all slaves, it sends a prepare message to slaves. എല്ലാ സ്ലേവ്സും ലോക്കലി അതിൻ്റെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡൺ മെസ്സേജ് കൺട്രോളിംഗ് സൈറ്റിന് സെൻഡ് ചെയ്യും. വെൻ ദ കൺട്രോളിംഗ് സൈറ്റ് റിസീവ്ഡ് ഡൺ മെസ്സേജ് ഫ്രം ഓൾ സ്ലേവ്, ഇറ്റ് സെൻസ് എ പ്രിപ്പയർ മെസ്സേജ്. ഒരു പ്രിപ്പയർ മെസ്സേജ് എല്ലാ സ്ലേവ് സൈറ്റിൻ്റെ അടുത്തും ഒരു ഡൺ മെസ്സേജ് കിട്ടിയതിന് ശേഷം കൺട്രോളിംഗ് സൈറ്റ് തിരിച്ച് പ്രിപ്പയർ മെസ്സേജ് സെൻഡ് ചെയ്യും. ദ സ്ലേവ്സ് വോട്ട് ഓൺ വെദർ ദേ സ്റ്റിൽ വാണ്ട് ടു കമ്മിറ്റ് ഓർ നോട്ട്. ഇഫ് എ സ്ലേവ് വാണ്ട്സ് ടു കമ്മിറ്റ്, ഇറ്റ് സെൻസ് എ റെഡി മെസ്സേജ്. അങ്ങനെ പ്രിപ്പയർ മെസ്സേജ് കൺട്രോളിംഗ് സൈറ്റ് സ്ലേവ് സൈറ്റ്സിന് അയച്ച ശേഷം ഒരു റിപ്ലൈ ഓരോ സൈറ്റും ഓരോ സ്ലേവ് സൈറ്റും ഒരു റെഡി മെസ്സേജ് സെൻഡ് ചെയ്യും. എ സ്ലേവ് ദാറ്റ് ഡസ് നോട്ട് വാണ്ട് ടു കമ്മിറ്റ് സെൻസ് നോട്ട് റെഡി മെസ്സേജ്. ഒരു സ്ലേവ് സൈറ്റിന് കമ്മിറ്റ് ചെയ്യേണ്ടെന്നാണെങ്കിൽ അത് നോട്ട് റെഡി മെസ്സേജ് ആയിരിക്കും സെൻഡ് ചെയ്യുക. ഇതെന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോഴോ ട്രാൻസാക്ഷൻ കൺകറൻസിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക. നോട്ട് റെഡി മെസ്സേജ് സ്ലേവ് കൺട്രോളിംഗ് സൈറ്റ് സെൻഡ് ചെയ്യുക. സെക്കൻഡ് ഫേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റ് ഓർ അബോട്ട് ഫേസ് ആണ് സെക്കൻഡ് ഫേസ്. ആഫ്റ്റർ കൺട്രോളിംഗ് സൈറ്റ് ഹാസ് റെഡി മെസ്സേജ് ഫ്രം ഓൾ സ്ലേവ്സ്, the controlling site send a global commit message to all slaves. The slaves apply the transaction and send a commit acknowledgement message to the controlling site. ഒരു കൺട്രോളിംഗ് സൈറ്റ് ഗ്ലോബൽ കമ്മിറ്റ് എന്ന് പറഞ്ഞ മെസ്സേജാണ് അതിന് ശേഷം അയക്കുക. എല്ലാ മെസ്സേജും എല്ലാ സ്ലേവ് സൈറ്റുകളും റെഡി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൺട്രോളിംഗ് സൈറ്റിന് അയച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് ഗ്ലോബൽ കമ്മിറ്റ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കും. എല്ലാ സ്ലേവ് സൈറ്റിനും ഇവിടെ ആയിട്ട് ഗ്ലോബൽ കമ്മിറ്റ് എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കും. അത് എല്ലാ സ്ലേവ് സൈറ്റുകളും അപ്ലൈ ചെയ്യും. തിരിച്ച് കമ്മിറ്റ് അക്നോളജ്മെൻറ്റ് മെസ്സേജും കൺട്രോളിംഗ് സൈറ്റിന് റിട്ടേൺ അയക്കും. വെൻ ദ കൺട്രോളിംഗ് സൈറ്റ്സ് റിസീവ് കമ്മിറ്റ് അക്നോളജ്മെൻറ്റ് മെസ്സേജ് ഫ്രം ഓൾ സ്ലേവ്സ്, ഇറ്റ് കൺസിഡേർസ് ദ ട്രാൻസാക്ഷൻ ഹാസ് കമ്മിറ്റഡ്. കമ്മിറ്റ് അക്നോളജ്മെൻറ്റ് മെസ്സേജ് തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ കമ്മിറ്റഡ് ആയി എന്നുള്ള അക്നോളജ്മെൻ്റ് ആയിട്ട് കണക്കാക്കും. ആഫ്റ്റർ കൺട്രോളിംഗ് സൈറ്റ് ഹാസ് റിസീവ്ഡ് ദ ഫസ്റ്റ് നോട്ട് റെഡി മെസ്സേജ് ഫ്രം എനി സ്ലേവ്. ഏതെങ്കിലും ഒരു സ്ലേവ് സൈറ്റ് നോട്ട് റെഡി മെസ്സേജ് ആണ് അയക്കുന്നതെങ്കിൽ കൺട്രോളിംഗ് സൈറ്റ് ഗ്ലോബൽ അബോട്ടാണ് കൊടുക്കുക. കാരണം ഏതെങ്കിലും ഒരു സൈറ്റിൽ അത് കമ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നോട്ട് റെഡി മെസ്സേജ് കൺട്രോളിംഗ് സൈറ്റിന് അയക്കും. അപ്പോൾ കൺട്രോളിംഗ് സൈറ്റ് എല്ലാ സൈറ്റിനും എല്ലാ സ്ലേവ് സൈറ്റിനും വേണ്ടിയിട്ട് ഗ്ലോബൽ അബോട്ട് എന്ന മെസ്സേജ് അയക്കാം. അങ്ങനെ ദ സ്ലേവ് അബോട്ട് ട്രാൻസാക്ഷൻ ആൻഡ് സെൻഡ് എ അബോട്ട് അക്നോളജ്മെൻറ്റ്. അതിനുശേഷം എല്ലാ സ്ലേവും അബോട്ട് ചെയ്യും, ആ ട്രാൻസാക്ഷൻ അബോട്ട് ചെയ്യും. അബോട്ട് അക്നോളജ്മെൻറ്റ് തിരിച്ച് കൺട്രോളിംഗ് സൈറ്റിന് അയക്കുകയും ചെയ്യും. When the control site receive about acknowledgement message from all slaves, it considers the transaction aborted. ആ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അബോട്ട് ചെയ്യുന്നുണ്ട്, ആ കമ്മിറ്റ് അബോട്ട് ചെയ്യുന്നുണ്ട്. 3-phase കമ്മിറ്റ് നോക്കാം. ഡിസ്ട്രിബ്യൂട്ടഡ് 3-phase കമ്മിറ്റ്. ദ സ്റ്റെപ്സ് ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് 3-phase കമ്മിറ്റ് ആർ ആസ് ഫോളോസ്. അത് 3 ഫേസ് ആയിട്ടില്ല. അതിൽ ഫസ്റ്റ് ഫേസ് പ്രിപ്പയർ ഫേസ് ആണ്. ഇത് സെക്കൻഡ് ഫേസിൻ്റെ പോലെ തന്നെയാണ്, ഇതിലൊരു ഫേസ് എക്സ്ട്രാ വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആഫ്റ്റർ ഈച്ച് സ്ലേവ് ഹാസ് ലോക്കലി കംപ്ലീറ്റഡ് ഇറ്റ്സ് ട്രാൻസാക്ഷൻ, ഇറ്റ് സെൻസ് എ ഡൺ മെസ്സേജ് ടു ദ കൺട്രോളിംഗ് സൈറ്റ്. വെൻ ദ കൺട്രോളിംഗ് സൈറ്റ് ഹാസ് റിസീവ്ഡ് ഡൺ മെസ്സേജ് ഫ്രം ഓൾ സ്ലേവ്സ്, ഇറ്റ് സെൻഡ് എ പ്രിപ്പയർ മെസ്സേജ്. ആയതുപോലെ തന്നെ എല്ലാ സ്ലേവ് സൈറ്റുകളും അതിൻ്റെ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൺ മെസ്സേജ് ആയിട്ട് കൺട്രോളിംഗ് സൈറ്റിന് അയക്കും. കൺട്രോളിംഗ് സൈറ്റ് തിരിച്ച് പ്രിപ്പയർ മെസ്സേജ് അയക്കും. ദ സ്ലേവ് വോട്ട് ഓൺ ദ വെദർ ദേ വാണ്ട് സ്റ്റിൽ കമ്മിറ്റ് ഓർ നോട്ട്. സ്ലേവ് തിരിച്ച് ഇപ്പോഴും കമ്മിറ്റ് ചെയ്യണോ വേണ്ടതെന്ന് രണ്ടാമത് വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിന് റെഡി ഓർ നോട്ട് റെഡി മെസ്സേജ് അയക്കും. എ സ്ലേവ് ദാറ്റ് ഡസ് നോട്ട് വാണ്ട് ടു കമ്മിറ്റ് എ സെൻസ് നോട്ട് റെഡി. ഓക്കെ, നോട്ട് റെഡി മെസ്സേജ് അയക്കും. അതിൻ്റെ സെക്കൻഡ് ഫേസ് പ്രിപ്പയർ ഓർ ടു കമ്മിറ്റ് ഫേസ് ആണ്. ദ കൺട്രോളിംഗ് സൈറ്റ് ഇഷ്യൂ ആൻ എൻ്റർ പ്രിപ്പയർഡ് സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ്. ദ സ്ലേവ് സൈറ്റ്സ് വോട്ട് ഓക്കെ ഇൻ റെസ്പോൺസ്.
ഈ ഫേസാണ് സെക്കൻഡ് ഫേസിനെ വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള ഫേസ്. ഇതിൽ ഒരു എൻ്റർ പ്രിപ്പയർഡ് സ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ട്, ഒരു പ്രിപ്പയർഡ് സ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് എല്ലാ സ്ലേവ് സൈറ്റിനും ഒരു മെസ്സേജ് അയക്കും, കൺട്രോളിംഗ് സൈറ്റ് ഒരു മെസ്സേജ് അയക്കും. അതിന് റിപ്ലൈ ആയിട്ട് എല്ലാ സ്ലേവ് സൈറ്റുകളും ഒരു ഓക്കെ റെസ്പോൺസ് ആയിട്ട് കൊടുക്കുകയും ചെയ്യും. ലാസ്റ്റ് ഫേസ്, ആഫ്റ്റർ കൺട്രോളിംഗ് സൈറ്റ് ഹാസ് റിസീവ്ഡ് എ റെഡി മെസ്സേജ് ഫ്രം ഓൾ സ്ലേവ്സ്, ദ കൺട്രോളിംഗ് സൈറ്റ് സെൻഡ്സ് എ ഗ്ലോബൽ കമ്മിറ്റ് മെസ്സേജ് ടു ഓൾ സ്ലേവ്സ്, ദ സ്ലേവ് അപ്ലൈ ദ ട്രാൻസാക്ഷൻ. അങ്ങനെ എല്ലാ സ്ലേവ് സൈറ്റുകളും റെഡി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൺട്രോളിംഗ് സൈറ്റ് തിരിച്ച് ഗ്ലോബൽ കമ്മിറ്റ് മെസ്സേജ് അയക്കും. എല്ലാ സ്ലേവ് സൈറ്റുകളും അത് അപ്ലൈ ചെയ്യുകയും ചെയ്യും. ഇനി ആഫ്റ്റർ കൺട്രോളിംഗ് സൈറ്റ് ഹാസ് റിസീവ്ഡ് ഫസ്റ്റ് നോട്ട് റെഡി മെസ്സേജ് ഫ്രം എനി സ്ലേവ്, ഇനി അതല്ല എല്ലാ സൈറ്റുകളും റെഡി മെസ്സേജ് അല്ല അയച്ചെങ്കിൽ, ഏതെങ്കിലും ഒരു മെസ്സേജെങ്കിലും നോട്ട് റെഡി മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഗ്ലോബൽ അബൌട്ട് മെസ്സേജ് എല്ലാ സൈറ്റുകൾക്കും, എല്ലാ സ്ലേവ് സൈറ്റുകൾക്കും കൺട്രോളിംഗ് സൈറ്റ് അയക്കും. അതിനെ അബൌട്ട് ചെയ്തായിട്ട് കണക്കാക്കും.